പൈലറ്റിന്റെ അനാവശ്യ ധൃതി കാരണം 581 പേരുടെ ജീവൻ പൊലിഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ വിമാന ദുരന്തം നടന്നത് സ്പെയിനിലെ ടെനറിഫ് ദ്വീപിലെ ടെനറിഫ് നോർത്ത് എയർപോർട്ടിൽ വെച്ചായിരുന്നു. 1977 മാർച്ച് 27 ഡച്ച് വിമാന കമ്പനിയായ KLMന്റെ വിമാനവും അമേരിക്കൻ കമ്പനിയായ പനാമിന്റെ വിമാനവും രണ്ട് വിമാനങ്ങളും ഇറങ്ങേണ്ടിയിരുന്നത് സ്പെയിനിലെ ഗ്രാൻ കനേറിയ വിമാനത്താവളത്തിലായിരുന്നു. അവിടെ ബോംബ് സ്ഫോടനം നടന്നതിനാൽ ഈ രണ്ട് വിമാനങ്ങളും താരതമ്യേന ചെറിയ എയർപോർട്ടായിരുന്ന ടെനറിഫ് നോർത്തിൽ ഇറങ്ങുന്നു. ബോംബ് സ്ഫോടനത്തെ തുടർന്ന് അടച്ചിട്ട എയർപോർട്ട് തുറന്നു എന്ന അറിയിപ്പ് വന്നതോടെ വിമാനങ്ങൾ പുറപ്പെടാൻ തയ്യാറായി. KLMന്റെ വിമാനം ടേക്ക് ഓഫിനായി ടാക്സി ചെയ്ത് റൺവേയുടെ അറ്റത്തെത്തി. അതേസമയം പാൻ അമേരിക്കൻ വിമാനത്തിന് റൺവേയിലൂടെ ടാക്സി ചെയ്ത് മൂന്നാമത്തെ എക്സിറ്റിലൂടെ ടാക്സി വേയിലേക്ക് പ്രവേശിച്ച് നാലാം എക്സിറ്റിലൂടെ റൺവേയിൽ പ്രവേശിക്കാൻ അനുമതി നൽകി. കനത്ത മൂടൽമഞ്ഞ് കാരണം മൂന്നാമത്തെ എക്സിറ്റ് പാൻ അമേരിക്കൻ വിമാനത്തിന് കാണാൻ കഴിഞ്ഞില്ല. രണ്ട് വിമാനവും ഒരേ റൺവേയിൽ. എയർ ട്രാഫിക് കൺട്രോളർക്കും അത് മനസ്സിലായില്ല. ക്ലിയറൻസ് ലഭിക്കുന്നതിന് മുമ്പേ KLMന്റെ പൈലറ്റ് വിമാനം ടേക്ക് ഓഫ് ചെയ്യാൻ ശ്രമിച്ചതോടെ ഇരു വിമാനങ്ങളും കൂട്ടിയിടിച്ചു. 581 പേർ മരണമടഞ്ഞു.